നമസ്കാരം. എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായ ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കിയാലോ? ഇന്ന് നമ്മൾ മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ വെച്ചിട്ടാണ്. നമ്മൾ സാധാരണ മത്തങ്ങ സാമ്പാറിലും അതുപോലെ അവിയലിലും ഒക്കെ ചേർക്കാറുണ്ട്, അതുപോലെ എരിശ്ശേരിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ടാണ് മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ മെഴുക്കുവരട്ടി പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. ആദ്യം ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. മത്തങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർക്കാം. ഇത് മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ഈ കഷ്ണത്തിലെല്ലായിടത്തും ഒരുപോലെ തന്നെ പിടിച്ച് കിട്ടും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിൽ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട. ഇതിപ്പോൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരിത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഈ പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ആദ്യം ഒരിത്തിരി എണ്ണ ഒഴിക്കുന്നത്. ഇത്രത്തോളം മതിയാകും. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വേവിക്കാം. മത്തങ്ങ വെന്തിട്ടുണ്ട്. ഇത് ഒരുപാടങ്ങ് വെന്ത് കുഴിഞ്ഞു പോകരുത്. അതിന് മുമ്പ് തന്നെ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ഇത് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. മത്തങ്ങ വെച്ചിട്ട് നല്ല രുചിയുള്ള മെഴുക്കുവരട്ടി നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരേ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഈ മത്തങ്ങയ്ക്ക് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് വരും. അതുപോലെ വെള്ളം ഒന്നും ഒഴിച്ച് വേവിക്കരുത്. ഇത് ഒരിത്തിരി സമയം ഒന്ന് അടച്ച് വേവിച്ചാൽ മാത്രം മതി. അതായത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് എത്രയും മൂക്കണോ അത്രയും ഇത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.